വൈ ഡിഡ് പേട്രിയാർക്ക് പീറ്റർ ദ തേർഡ് കം ടു മലങ്കര? എന്തിനാണ് പാത്രിയർക്കീസ് കേരളത്തിലേക്ക് വന്നത്? ഒരു മെത്രാപ്പൊലീത്തായെ അയച്ചാൽ മതിയായിരുന്നില്ലേ? ഇത് മൂന്നാമതായി അച്ഛൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം ഏറ്റവും അക്ഷന്തവ്യമായതാണ്. അതായത് തെറ്റായ വ്യാഖ്യാനങ്ങൾ. പാത്രിയർക്കീസ് വന്നതിൻ്റെ കാരണങ്ങൾ ഏറ്റവും നികൃഷ്ടമായ വിധത്തിലാണ് അച്ഛൻ വ്യാഖ്യാനിക്കുന്നത്. ലജ്ജാകരമായ ആരോപണങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, പാത്രിയർക്കീസ് കേരളത്തിൽ വന്നത് കുളിച്ചു താമസിക്കുവാനായിരുന്നില്ല. അവധിക്കാലത്ത് ഉല്ലസിച്ച് രസിച്ച് അല്ലെങ്കിൽ ചാരിക്കിടന്ന് കാറ്റുകൊണ്ട് കിടക്കുവാനായിരുന്നില്ല. He came after a long history of appeals from the Jacobites. Yes, we were called ഒന്നാമത്തെ പ്രസക്തമായ വാക്കതാണ്. ആ കാലങ്ങളിൽ മുഴുവൻ നമ്മളുടെ കേരളത്തിലെ മലങ്കര സഭക്കാർ അല്ലെങ്കിൽ മലങ്കര സഭയിലെ മെത്രാന്മാർ എഴുതുന്ന എഴുത്തുകുത്തുകളിലെല്ലാം ഉപയോഗിക്കുന്ന വാക്ക് യാക്കോബായക്കാർ എന്ന് തന്നെയാണ്. ഇതിൽ സംശയിക്കേണ്ട അനേകം രേഖകളുണ്ട്. അതുപോട്ടെ, അനേകം എഴുത്തുകൾ യാക്കോബായക്കാരുടെ കയ്യിൽ നിന്നും പാത്രിയർക്കീസിന് കിട്ടിക്കൊണ്ടിരുന്നു. കുളിച്ചു താമസത്തിനോ അവധി ദിവസങ്ങൾ ചിലവിടുന്നതിനോ തൻ്റെ അധികാരം മലങ്കരയിൽ ഉറപ്പിക്കുന്നതിനോ അല്ല പാത്രിയർക്കീസ് കേരളത്തിൽ വന്നത്. യാക്കോബായക്കാരുടെ അപേക്ഷകളുടെ ഒരു നീണ്ട ചരിത്രത്തിന് ശേഷമാണ് അദ്ദേഹം വന്നത്. ഇപ്പോഴും അതിനെപ്പറ്റി അസത്യമായ നിർവചനങ്ങൾ കൊടുക്കുവാൻ തുനിഞ്ഞത് ആശ്ചര്യം തന്നെ എന്ന് വേണം നമുക്ക് പറയുവാൻ. അപ്പോൾ എന്തായിരുന്നു ഈ എഴുത്തുകളുടെ പരമ്പര? അത് ഒരു വളരെ ദീർഘമായ പരമ്പരയാണ്. 1816 മുതൽ 48 വരെയുള്ള ചരിത്രം. ഇത് എം.ഒ. ജോൺ അച്ഛന് വ്യക്തമായി അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒന്നുകിൽ അദ്ദേഹം മറന്നുപോയിരിക്കാം, അല്ലെങ്കിൽ മറന്നു എന്ന് നടിച്ച് തൻ്റെതായ വിധത്തിൽ നിർവചനങ്ങൾ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്താണ്? 1408 അതായത് മാത്യൂസ് അത്താനാസ്യൂസ് 43 വന്നു. 5 വർഷത്തിന് ശേഷം ഇദ്ദേഹം തുടരെയായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരികൾക്ക് എഴുതിക്കൊണ്ടിരുന്നു, എനിക്ക് വേണം ഈ അധികാരം, അല്ലെങ്കിൽ എന്നെ വേണം മെത്രാപ്പൊലീത്ത ആക്കാൻ, എന്നെ പാത്രിയർക്കീസാണ് വാഴിച്ചയച്ചിരിക്കുന്നത്. ഒടുവിൽ 1848 കൊല്ലം കമ്മിറ്റിക്ക് ശേഷം ദിവന്നാസ്യോസ് 4 ഒരു മെത്രാനെ അയച്ചു തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അന്ത്യോഖ്യായ്ക്ക് ഒരു എഴുത്തെഴുതി. ഇത് കൊല്ലം കമ്മിറ്റി എന്തായിരുന്നുവെന്നും ഒക്കെ വഴിയെ പറയുന്നതാണ്. അപ്പോൾ 1848 ചേപ്പാടുമാർ ദിവന്നാസ്യോസ് എന്താണ് അന്ത്യോഖ്യായ്ക്ക് എഴുതിയത്? അതിൻ്റെ പൂർണ്ണരൂപം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ അത് വെച്ചിരിക്കണം. കാരണം നമ്മൾ ഭയങ്കരമായ ഒരു എഴുത്താണ് എഴുതിയത് നമ്മളുടെ മെത്രാപ്പൊലീത്ത. അദ്ദേഹം എഴുതിയത്, അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ വായിക്കാം. 1825 മുതൽ അന്ത്യോഖ്യായിൽ നിന്ന് ഒരു മെത്രാനെ അയക്കണമെന്ന് ഞങ്ങൾ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2, ഇതിനായി ഞങ്ങൾ 11 കത്തുകൾ അയച്ചു. 25 മുതൽ 48 വരെയുള്ള കൊല്ലങ്ങളിൽ 11 കത്തുകൾ അയച്ചു. പക്ഷേ ഇതുവരെ ആരും വന്നിട്ടില്ല. അതിനാൽ സഭ 23 വർഷമായി വൈദവ്യത്തിലാണ്. സഭ ആത്മീയ കാര്യങ്ങളിൽ അധപതിച്ചിരിക്കുന്നു. അന്ത്യോഖ്യ ഞങ്ങൾക്ക് ഒരു മെത്രാനെ അയച്ചില്ലെങ്കിൽ അന്ത്യ ന്യായവിധി നാളിൽ സുറിയാനിക്കാരുടെ തെറ്റുകൾക്ക് പാത്രിയർക്കീസ് ദൈവത്തോട് സമാധാനം പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, ഞാൻ ഈ എഴുത്ത് ഇങ്ങനെ സ്ലൈഡിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പുറകോട്ട് പോയി ഈ വാചകങ്ങൾ പല പ്രാവശ്യം വായിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഭയങ്കരമായ വികാരാധീനമായ ഒരു അപേക്ഷയാണിത്. ഇതിൽ എം.ഒ. ജോൺ അച്ഛൻ്റെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് അച്ഛൻ മറന്നുപോയോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അച്ഛൻ്റെ പൂർവികരും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭക്കാരുടെ പൂർവികരും എല്ലാം അടങ്ങുന്നതായിരുന്നല്ലോ. മലങ്കരയിൽ നിന്നുള്ള ഒരാൾ പാത്രിയർക്കീസിനെ അപലപനീയമായ നീചവുമായ വിധത്തിൽ കബളിപ്പിച്ച് മെത്രാപ്പൊലീത്ത സ്ഥാനം കൈപ്പറ്റി തിരികെ വന്നതിന് ശേഷമാണ് വീണ്ടും മലങ്കരക്കാർ ഈ കത്ത് അന്ത്യോഖ്യായ്ക്ക് എഴുതിയതെന്ന് നാം ഓർക്കണം. ഇതിൽ എം.ഒ. ജോൺ അച്ഛൻ്റെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് അച്ഛനും ഓർക്കുന്നത് നല്ലതായിരിക്കുമല്ലോ.
ഏത് രീതിയിൽ നോക്കിയാലും ഭയങ്കരമായ ഒരു എഴുത്ത് തന്നെ ആയിരുന്നു അത്. എന്തുകൊണ്ടാണ് 48-ൽ ചേപ്പാട് മാർ ദീവന്നാസ്യോസ് മെത്രാപ്പോലിത്ത ഇങ്ങനെ ഒരു എഴുത്ത് എഴുതിയത്? അപ്പോൾ അതിന്റെ കാരണം നോക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് മലങ്കരയിൽ? ഒന്നാമത്, പാത്രിയർക്കീസ് ഏലിയാസ് രണ്ടാമൻ 43-44 മാത്യൂസ് അത്താനാസ്യോസിനെ സഭയിൽ നിന്നും പുറത്താക്കി, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. രണ്ടാമത്, സുറിയാനിക്കാർ അന്ത്യോഖ്യായോട് വീണ്ടും അപേക്ഷിച്ചു, ഞങ്ങളെ രക്ഷിക്കുവാൻ ഒരു മെത്രാപ്പൊലിത്തായെ അയച്ചു തരണമെന്ന്. അതുകൊണ്ട് പാത്രിയർക്കീസ് അതിന് വഴങ്ങിക്കൊണ്ട് 46-ൽ പാത്രിയർക്കീസ് യാക്കോബ് രണ്ടാമൻ തുറബ്ദീൻ സ്വദേശിയായ യൂയാക്കിം മാർ കൂറിലോസിനെ മലങ്കരയിലേക്ക് അയച്ചു. 47-ൽ അദ്ദേഹം മലങ്കര സഭ ഭരിക്കുവാൻ തുടങ്ങി. എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ തൃപ്തിയായിരുന്നു. സന്തോഷത്തോടുകൂടി അദ്ദേഹം മലങ്കര സഭ ഭരിച്ചു വന്നു. അപ്പോൾ മാർ ദീവന്നാസ്യോസ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ സർവ്വ അധികാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു. മൂന്നാമതായി മാത്യൂസ് അത്താനാസ്യോസ്, അദ്ദേഹവും അവിടെ മെത്രാപ്പൊലിത്തായിട്ടിരിക്കെ നവീകരണ വിഭാഗത്തെ ഭരിച്ചു വന്നു. ഇതിനിടയ്ക്ക് അബ്രഹാം മൽപ്പാൻ 45-ൽ മരിച്ചു പോകുന്നുണ്ട്. അത് പോട്ടെ. നാലാമത്, മാത്യൂസ് അത്താനാസ്യോസ് ഈ കാലങ്ങളിൽ, അതായത് 45, 6, 7, 8 കാലങ്ങളിൽ അധികാരികൾക്ക് അനേകം കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. മാർ കൂറിലോസിനെ മാറ്റി നിർത്തി തനിക്ക് തന്നെ സ്ഥാനം കൈക്കലാക്കി വട്ടിപ്പണത്തിന്റെ ഇൻട്രസ്റ്റ് കൈക്കലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം. രണ്ടാമത്, എപ്പിസ്കോപ്പൽ അധികാരം സ്വന്തമായി ഉറപ്പിക്കുക, ആ വഴിയിൽ കൂടി സഭയെ മുഴുവനും നവീകരണത്തിലേക്ക് നയിക്കുക. ഇതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. പക്ഷേ ഇതിന് ഇദ്ദേഹത്തിന്റെ അപ്പീലുകൾ പലതും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടിയപ്പോൾ അവർ ചെയ്തത് 4 പേർ അടങ്ങിയ ഒരു പഞ്ചായത്തിനെ രൂപീകരിച്ചു. അതിൽ 2 പേർ തിരുവിതാംകൂർ മഹാരാജാവിന്റെ വക്താക്കളും 2 പേർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വക്താക്കളും. ഈ 4 പേരുടെ കൂടിയാൽ സുറിയാനിക്കാർക്ക് എങ്ങനെയെങ്കിലും നീതിയോ ന്യായമോ ലഭിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ന്യായമായ അവരുടെ രീതിയിൽ ന്യായമായ വിധത്തിൽ വിധിയുണ്ടായത് ഇപ്രകാരമായിരുന്നു. സോറി, അതിനു മുൻപാണ് വാദം കേട്ടു. അപ്പോൾ വാദത്തിൽ അതിന് വിധിന്യായം ഉണ്ടായത് വിദേശിയായ മാർ കൂറിലോസിന് ഈ ഇൻട്രസ്റ്റ് സ്വീകരിക്കുവാൻ ഒരു അധികാരവും ഇല്ല എന്നായിരുന്നു വിധി. അതങ്ങനെ നിൽക്കെ ആണ് ആറാമത്തെ പോയിന്റ്. ഇതിനിടെ അന്ത്യോഖ്യ 1849-ൽ മാർ കൂറിലോസിനെ ബലപ്പെടുത്തുവാനായി മാർ അത്താനാസ്യോസ് സ്റ്റെഫാനോസ് എന്ന മെത്രാനെ ഷിമോൻ എന്ന റംബാനോടൊപ്പം അയച്ചു. എന്നാൽ സ്റ്റെഫാനോസ് പള്ളികളിൽ പ്രവേശിക്കുന്നത് പോലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും തിരുവിതാംകൂറിലെയും സർക്കാർ ഒരുമിച്ച് നിന്ന് ബലപ്രയോഗത്താൽ അദ്ദേഹത്തെ വിലക്കി. അതിനുശേഷം മാർ സ്റ്റെഫാനോസ് ലണ്ടനിലേക്ക് പോയി. അദ്ദേഹം തിരികെ സിറിയയിലേക്കല്ല പോയത്, ലണ്ടനിലേക്ക് പോയി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനെ കാണുകയും സഭാകാര്യങ്ങളിൽ അവരുടെ കൈകടന്ന ഇടപെടലിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. അവർ ഒടുവിൽ അപ്രകാരം ഇനി മേലാൽ ചെയ്തുകൂടാ, മലങ്കര ക്രിസ്ത്യാനികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൂടാ എന്ന ഓർഡർ മലങ്കരയിലേക്ക്, കേരളത്തിലേക്ക് അയച്ചു. ഇതും റോയൽ കോർട്ട് ജഡ്ജ്മെന്റിൽ വിസ്തരിക്കപ്പെട്ട കൂട്ടത്തിൽ വന്ന ചില സത്യങ്ങളാണ്. എട്ടാമത്തെ പോയിന്റ്, 1852-ൽ രണ്ടാമതും ഒരു പഞ്ചായത്ത് കൂടി 4 മുതിർന്ന ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന കൊല്ലം പഞ്ചായത്ത് മാർ അത്താനാസ്യോസിന്റെ അപേക്ഷ കേട്ട് അന്തിമ വിധി കൽപ്പിച്ചു. ഒരു വിദേശ മെത്രാന് പലിശപ്പണം നൽകാനാവില്ല. അന്യായമായ വിധി തീർപ്പിന്റെ ആഘാതം ഏറ്റത് യാക്കോബായക്കാരെന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന യാക്കോബായ സഭ മാത്രമായിരുന്നില്ല. എമോ ജോൺ അച്ഛന്റെ IOC-ക്കാരും അടങ്ങുന്ന സുറിയാനിക്കാർ ഒന്നടങ്കം ആയിരുന്നു ഇതിന്റെ ആഘാതം അനുഭവിച്ചത്. ഇതോടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും മിഷണറിമാരുടെയും താല്പര്യത്തിന് വഴങ്ങി തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാർ റോയൽ പ്രൊക്ലമേഷൻ, രാജകീയ വിളംബരം 1852-ൽ പുറപ്പെടുവിച്ചു. ഇതിൻ പ്രകാരം മാത്യൂസ് അത്താനാസ്യോസ് ഏക മലങ്കര മെത്രാപ്പൊലീത്തായി പ്രഖ്യാപിക്കപ്പെട്ടു.
നോക്കുക, ഡേറ്റ് ഇപ്പോഴും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അങ്ങനെ വിഘടിതനായ നവീകരണക്കാരനായ മാത്യൂസ് അത്താനാസിയോസ് എല്ലാ ട്രസ്റ്റ് സ്വത്തുക്കളുടെയും ഏക അധികാരിയായി അധികാരം കൈവരിച്ചു. ഇതിൻ്റെയും ആഘാതമേറ്റത് IOC-ക്കാർ അടങ്ങുന്ന സുറിയാനിക്കാർ ഒന്നടങ്കമായിരുന്നു. കാരണം അന്ന് നമ്മുടെ സഭ പിളർന്നിട്ടില്ലായിരുന്നു. നമ്മോട് എതിർത്ത് നമ്മളെ അശേഷം ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചെറിയ കൂട്ടം നവീകരണക്കാരെ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന ഇപ്പോൾ നമ്മളിൽ നിന്ന് വീണ്ടും വിഘടിച്ചു പോയ അവരും നമ്മളും ഒരുമിച്ചാണ് അന്ന് നേരിട്ടത് 1852. ഇന്നത്തെ പരിഹാസവാക്കുകൾ അടുത്ത ഭിന്നതക്കാരായ IOC-ക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് അന്ന് ആരും വിചാരിച്ചിരുന്നില്ല. 10ാമത്തെ പോയിന്റ്, ചേപ്പാട് മാർ ദിവന്നാസിയോസ് 1852 സ്ഥാനത്യാഗം ചെയ്തു. 55 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതോടെ മാത്യൂസ് അത്താനാസിയോസ് സഭയെ അടക്കി ഭരിച്ചു വന്നു. ഇനിയും നവീകരണത്തിൽ നിന്ന് യാതൊരു രക്ഷയും ഇല്ലെന്ന് കണ്ട യാക്കോബായ സുറിയാനിക്കാർ ഉൾവേദനയോടെ നിശബ്ദം മുൻപോട്ട് പോയി. ഈ ചരിത്ര വസ്തുതകൾ സ്വയം അറിയുവാൻ ഒരുപക്ഷെ അച്ഛൻ MP വർക്കിയുടെ പുസ്തകം വായിക്കണം. ഇത് മനോരമ പ്രസിദ്ധീകരിച്ചതാണ്. അതുകൊണ്ട് അച്ഛന് ഇതിൽ വിരോധമുണ്ടായിരിക്കില്ല. ഇത് വായിച്ചിരിക്കേണ്ടതും അടിസ്ഥാനപരമായതുമായ ഒരു ചരിത്ര പുസ്തകമാണ്. ഇത് വായിക്കാതെ ആ ഭാഗത്തെ ചരിത്രം പറയുന്നത് ശരിയല്ല. കാരണം അച്ഛനും അച്ഛൻ്റെ IOC സഭയും ഈ പരിപാടികളുടെ എല്ലാം ഗുണഭോക്താക്കളും ആയിരുന്നു. ഇതിൻ്റെയും ലിങ്ക് അവസാനം തരാം. MP വർക്കിയുടെ ഈ പുസ്തകം. പക്ഷേ സുറിയാനിക്കാർ മഴയ്ക്കായി വേഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെ പ്രതീക്ഷയോടെ അന്ത്യോക്യയിലേക്ക് കണ്ണു നട്ടാണ് ഇരുന്നത്. അപ്പോൾ സ്വീകരിച്ച ഒരു രഹസ്യ പദ്ധതി അനുസരിച്ച് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെടാതെ സുറിയാനിക്കാർ ഫാദർ ജോസഫ് പുലിക്കോട്ടിൽ എന്ന യുവ അച്ഛനെ വേണ്ട എഴുത്തുകളുമായി 65 മർദീനിലേക്ക് അയച്ചു. അദ്ദേഹം ജോസഫ് മാർ ദിവന്നാസിയോസ് എന്ന പേരിൽ പരിശുദ്ധമായ കൈവത്തിൽ അഭിഷിക്തനായി മെത്രാനായി 66 തിരികെ വന്നു. അദ്ദേഹത്തിൻ്റെ സാഹസികമായ യാത്ര, ആ പുസ്തകവും നിങ്ങളെ താല്പര്യമുള്ളവർ വായിച്ചിരിക്കണം. കാരണം വളരെ രസകരമാണ്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയി അല്പം സെക്യൂരിറ്റിക്ക് അല്പം ഡിലേ വന്നാലും 3-4 മണിക്കൂർ കൊണ്ട് ചെന്നെത്താവുന്ന ഒരു സ്ഥലമാണ്. കൂടി വന്നാൽ 4-5 മണിക്കൂർ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ലേശകരമായ യാത്രയുടെ ദീർഘമായ വിവരണമാണ് MP വർക്കിയുടെ ഈ പുസ്തകത്തിലുള്ളത്. അദ്ദേഹം തിരികെ വന്ന് പക്ഷേ വീണ്ടും നാട്ടിൽ രക്ഷയില്ലായിരുന്നു. മാത്യൂസ് അത്താനാസിയോസ് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് വീണ്ടും വേറൊരു ഉത്തരവ് കൂടി നേടി. സുറിയാനിക്കാരുടെ പള്ളികളിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് പ്രവേശിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ വിലക്കി. അപ്പോൾ എന്താണ് പിന്നെ നമുക്ക് ചെയ്യാവുന്നത്? ജോസഫ് മാർ ദിവന്നാസിയോസും ശേഷം പട്ടക്കാരും ജനങ്ങളും ഇവിടെയും അടിപതറിയില്ല. അവർ വീണ്ടും എഴുത്തുകൾ എഴുതി. പക്ഷേ ഈ എഴുത്തുകൾ എങ്ങോട്ടാണ് അവർ അയച്ചത്? റോമായിലെ മാർപ്പാപ്പായ്ക്കാണോ? കൽദായ പാത്രിയർക്കീസിനാണോ? അതോ റഷ്യൻ ഗ്രീക്ക് പാത്രിയർക്കീസന്മാർക്കായിരുന്നുവോ? അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിനോടാണോ എഴുതി സഹായവും രക്ഷയും അപേക്ഷിച്ച് കത്തുകൾ അയച്ചത്? ഇതൊന്നും ആയിരുന്നില്ല. അവർ അവരുടെ സഹജമായ രീതിയിൽ, അവരുടെ പഴയ രീതിയിൽ ഒരേ ഒരു സ്ഥാനത്തേക്കാണ് വീണ്ടും എഴുത്തയച്ചത്. അതായത് അന്ത്യോക്യയിലേക്ക്. അവിടെ പത്രോസ് പാത്രിയർക്കീസ് ആയിരുന്നു. അപ്പോഴേക്കും യാക്കൂബ് രണ്ടാമൻ നീങ്ങിയിട്ട് പത്രോസ് പാത്രിയർക്കീസ് ബാവായിരുന്നു. അദ്ദേഹം മലങ്കര വന്ന് സഭയെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് കേണ് അപേക്ഷിച്ചു. ഇത്രത്തോളം മനസ്സിലാക്കുമ്പോൾ ഏതൊരു മന്ദബുദ്ധിക്കും ഗ്രഹിക്കാം ഇവിടെ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന്. അതാണ് വിശ്വാസം എന്നത്. ഏതൊരു സാഹചര്യത്തിലും അടിപതറാതെ നിൽക്കുന്ന വിശ്വാസം. പ്രിയപ്പെട്ട യാക്കോബായ സുറിയാനിക്കാരെ, നിങ്ങളുടെയും എൻ്റെയും ചരിത്രത്തിൽ ഒരു പന്തികേടും ഇല്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മൾ വേദവിപരീതം സ്വീകരിച്ചിട്ടില്ല. പരിശുദ്ധ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ നിന്നും അകന്നിട്ടുമില്ല. സ്വയം പ്രശംസയോടെ പറയുന്നതല്ല ഇത്. പക്ഷേ നമ്മെ പരിഹസിക്കുവാനും നമ്മുടെ ത്യാഗവര്യനായ പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് പിതാവിനെ നിന്ദിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടാണ് അധികാരം പിടിച്ചെടുക്കുവാനാണ് അദ്ദേഹം വന്നത്, മലങ്കരയിൽ വന്നത് എന്ന് പറഞ്ഞു ചരിത്രത്തെ വളച്ചൊടിച്ച്
പോസ്റ്റ് ഇടുന്ന എം.ഒ. ജോൺ അച്ഛനെ പോലെയുള്ളവരെ ചെറുത്ത് നിൽക്കുവാൻ സത്യം എന്തെന്ന് നാം ദൃഢമായി അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദീർഘമായി പറഞ്ഞത്. ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പത്രോസ് പാത്രിയർക്കീസ് ബാവ വന്ന് ആദ്യമായി മലങ്കര സഭയോട് ചെയ്ത പ്രസംഗത്തെ പറ്റിയും അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയും, രണ്ടാമതായി മുളന്തുരുത്തി സുന്നഹദോസിനെ പറ്റിയും, ആ സുന്നഹദോസിൽ സുറിയാനിക്കാർ ഒത്തൊരുമിച്ച് പത്രോസ് പാത്രിയർക്കീസ് ബാവായിക്ക് എഴുതി കൊടുത്ത പടിയോലയെ പറ്റിയും ചുരുക്കമായി പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.